ഗൂഗിൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. പല ഘട്ടങ്ങളായി ചോദ്യങ്ങൾ ഉയർന്നു വന്നതാണ്. ടിക്ടോക്ക് വന്നപ്പോൾ വന്നു, ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ വന്നു, ഫേസ്ബുക്ക് വന്നപ്പോൾ വന്നു. ഇതെല്ലാം വന്നപ്പോഴും ഗൂഗിളിനൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ AI-യുടെ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. പോരാത്തതിന് ഗൂഗിളിനെ ഇന്ത്യ സോഹോ കൊണ്ടുവന്ന് കൗണ്ടർ ചെയ്തതോടുകൂടി ഗൂഗിൾ ഇന്ത്യയിലേക്ക് വരാനുള്ള വലിയ രീതിയിലുള്ള വെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ChatGPT ഗൂഗിളിന് ഒരു വമ്പൻ പണി കൊടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പവനിയറായ OpenAI അടുത്തിടെ അവരുടെ AI-യിൽ പ്രവർത്തിക്കുന്ന വെബ് ബ്രൗസർ ChatGPT അറ്റ്ലസ് പുറത്തിറക്കി. വിപണിയിലെത്തിയ ഉടൻ തന്നെ ബ്രൗസർ ഗൂഗിളിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആഴ്ച OpenAI ഈ ബ്രൗസർ പുറത്തിറക്കിയതിൻ്റെ പിറ്റേന്ന് ഗൂഗിളിൻ്റെ മാതൃ കമ്പനിയായിട്ടുള്ള ആൽഫാബെറ്റിൻ്റെ ഓഹരികളിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമൂലം കമ്പനിയുടെ വിപണി മൂല്യത്തിൽ ഏകദേശം $150 ബില്യൺ, അതായത് 13,188 ബില്യൺ ഇടിവുണ്ടായി എന്നറിയാൻ സാധിക്കുന്നു. OpenAI തുടക്കത്തിൽ ഒരു നിഗൂഢമായ 6 സെക്കൻഡ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ബ്രൗസറിനെ കുറിച്ചൊരു സൂചന നൽകി. പിന്നീട് കമ്പനിയുടെ CEO സാം ആൾട്ട്മാൻ ലൈവ് സ്ട്രീമിംഗ് വഴി വെബ് ബ്രൗസർ ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ അവസരത്തിൽ ആൾട്ട്മാൻ പറഞ്ഞൊരു കാര്യമുണ്ട്: ഒരു ബ്രൗസറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പുനർവിചിന്തനം ചെയ്യാൻ നമുക്ക് അവസരം ലഭിക്കുന്ന ഒരു അപൂർവ നിമിഷമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിപണിയിൽ ഉടനടി വലിയ ആഘാതങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. OpenAIയുടെ പുതിയ AI ബ്രൗസറിൻ്റെ ആഘാതം വിപണിയിൽ ഉടനടി വന്നു. ലോഞ്ച് ചെയ്ത 1 മണിക്കൂറിനുള്ളിൽ ചൊവ്വാഴ്ച ആൽഫാബെറ്റിൻ്റെ ഓഹരികൾ 4.8% ഇടിഞ്ഞു. എന്നിരുന്നാലും വിപണി അവസാനിച്ചപ്പോഴേക്കും ഓഹരികൾ നേരിയ തോതിൽ വീണ്ടെടുക്കുകയും ഒടുവിൽ 2.4% ഇടിഞ്ഞ് 2.4% ഇടിഞ്ഞ് $250.46 ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഈ ഇടിവ് കമ്പനിയുടെ വിപണി മൂലധനത്തിന് വലിയ ആഘാതമായി മാറി. ഗൂഗിൾ ഇത് വലിയ തിരിച്ചടിയായി മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.